ഹലോ. അപ്പോൾ ഇന്ന് നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ? നല്ല അടിപൊളി ചിക്കൻ മലബാറി ബിരിയാണി. നല്ല സിമ്പിളായിട്ടത് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അതിലേക്ക് ആദ്യം ചെറിയ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി നമുക്ക് മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ഇത് ഒതൻറ്റിക് മലബാറി ബിരിയാണിയാണോ ചോദിച്ചാൽ അത് എനിക്കറിയില്ല കേട്ടോ. എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കുക. ഞാൻ ഓരുണ്ടാക്കുന്നത് കണ്ടു പഠിച്ചതാണ്. അപ്പോൾ ഇതാണ് ഒതൻറ്റിക്ക മലബാറി ബിരിയാണി എനിക്കറിയില്ല. എന്നാൽ ഈ ബിരിയാണി നല്ല ടേസ്റ്റുമാണ്, നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ അത് ക്രഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഉള്ളിയൊക്കെ മുറിക്കുകയാണ് കേട്ടോ. ഞാൻ എന്തോ പറയാമെന്നല്ലോ. ആ ഞാൻ ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്ന പലതും കണ്ടു. പക്ഷെ അതൊക്കെ വേറൊരു ടൈപ്പാണ്. ഇത് അധികം മസാലാസൊന്നും ഇടാതെ വേറൊരു ടൈപ്പ് ബിരിയാണി. അപ്പോൾ എന്തായാലും ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച സാധനങ്ങൾ: തക്കാളി, നമ്മളെ ഇലകൾ, മല്ലിച്ചപ്പ്, പുതിന, കരിവേപ്പിൻ്റെ ഇല, പിന്നെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ബിരിയാണി മസാല അല്ലെങ്കിൽ ഗരം മസാല, പിന്നെ പെരിഞ്ജീരകപ്പൊടി, പിന്നെ നമ്മൾ മുറിച്ച് വെച്ച ഉള്ളി, തൈര്, ചെറുനാരങ്ങ നീര്, പിന്നെ ഉപ്പ് വേണം കേട്ടോ, പിന്നെ കഴുകി വെച്ച ചിക്കനും. ആദ്യം തീ കത്തിക്കാം. അതിലേക്ക് കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ നെയ്യ് നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ സൺഫ്ലവർ ഓയിലായിട്ട് എടുക്കണേ. അതിലേക്ക് കുറച്ച് ഉള്ളി ആദ്യം ഇട്ട് കൊടുക്കുക. നമുക്ക് നല്ലോണം പൊരിച്ചെടുക്കുക. ഇതാണ് നമ്മളെ ബിരിയാണീൻ്റെ ഗെയിം ചേഞ്ചർ. അതിന് നല്ലൊരു സ്മെല്ലും നല്ലൊരു ഫ്ലേവറും, അടിപൊളി ഫ്ലേവർ. ഈ ബിരിയാണീൻ്റെ ഫ്ലേവർ എനിക്ക് തോന്നുന്നത് ഈ ഉള്ളി പൊരിച്ചെടുത്താന്ന്. അപ്പം ഇത് നല്ലോണം നല്ല ഗോൾഡൻ ബ്രൗൺ ആവണ വരെ ഒന്ന് പൊരിച്ചാൽ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കോരിയെടുക്കാം. അധികം കരിയൊന്നും വേണ്ട. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ മാറും. അതിന് ശേഷം അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി കേട്ടോ. ആദ്യം എനിക്കിഷ്ടമില്ല, പക്ഷേ ഇപ്പം എനിക്കിഷ്ടമാണ്. അണ്ടിപ്പരിപ്പ് ഇഷ്ടമല്ല, മുന്തിരി എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇടലുണ്ട്. ആദ്യം ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതൊന്നും ഇടലില്ല. അതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടാൽ നമ്മളെ ഉള്ളി പെട്ടെന്ന് വഴണ്ട് വരും. ഉപ്പിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇതും ഇതുപോലെ തന്നെ ഇങ്ങനെ ഞാൻ അധികമൊന്നും അങ്ങനെ ഒരു ബിരിയാണി ഉണ്ടാക്കണതിലൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കണമൊന്നും. പച്ചമുളകൊക്കെ നേരെ ഇടണ ഞാൻ കണ്ടു. പിന്നെ നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നല്ലോണം വഴറ്റെടുക്കുക. തക്കാളി നല്ലോണം വാടി വരണം കേട്ടോ. തക്കാളി നല്ലോണം വാടി വന്നാണ്. നോക്കി, നല്ലോണം വാടി വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നമ്മളെ ഇഷ്ടത്തിനായിട്ട് എടുക്കേണ്ടത്. ചിലവർക്ക് പുളിയല്ല ഇഷ്ടവും. അതിനനുസരിച്ച് നമുക്ക് ഇപ്പോൾ ചെറുനാരങ്ങ നീരും അതുപോലെ തന്നെ തൈരൊക്കെ ഇടുന്നുണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ച് എടുത്താൽ മതി. പിന്നെ അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുത്ത്, പിന്നെ തൈര്, അതുപോലെ തന്നെ ചെറുനാരങ്ങ നീര് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം തന്നെ നല്ലൊരു മണം വരാനുണ്ട്. അതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇലകളൊക്കെ ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിച്ചപ്പ് മാറ്റി വെക്കുക. അത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളെ ചിക്കന് കഴുകി വെച്ചത് അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇത് അടച്ച് വെക്കുക. അതിലേക്ക് നമ്മൾ വേറെ വെള്ളം ഒന്നും ഒഴിക്കണില്ല കേട്ടോ. ആ ചിക്കനിലുള്ള വെള്ളം തന്നെ നല്ലോണം ഇറങ്ങി വരും. വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടോ, നല്ലോണം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി സ്മെല്ലും ഉണ്ട് തുറന്നപ്പോൾ തന്നെ. അപ്പോൾ ചിക്കൻ ഒന്നും കൂടി ഒന്ന് വേവാനുണ്ട്. അപ്പോൾ അത് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം. ചില ആൾക്കാർ ചോറ് ഊറ്റിട്ടാണ് ഇടുക. ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടാണ് ഇടുന്നത്. അതിലേക്ക് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ അറിയാമല്ലോ. അരി കഴുകി ഊറ്റി വെച്ചത്, അതുപോലെ തന്നെ നെയ്യ്, ഉപ്പ്, നമ്മളെ കറാമ്പട്ട, ഏലക്കായ, കറാമ്പൂവ്, അതുപോലെ പിന്നെന്തേനും ചെറുനാരങ്ങ നീരും കറിവേപ്പിലും ഇട്ട് ആദ്യം നെയ്യിട്ട് കൊടുത്ത് നമ്മളെ സ്പൈസസ് കയ്യിലിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ശേഷം അരി ഇട്ട് കൊടുത്ത് കഴുകി ഊറ്റിയ അരി കേട്ടോ. അത് നല്ലോണം വറക്കണം. നല്ലോണം വറുത്ത് അതിങ്ങനെ അരി ഇട്ടാൽ നമുക്കിങ്ങനെ പൊട്ടണ സൗണ്ട് കേൾക്കാം. ആ പൊട്ടൽ നിന്നാൽ നമുക്ക് നിർത്താം. വറുക്കൽ നിർത്തിയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ വെള്ളം ഒഴിക്കുന്നത് ചുടുവെള്ളം കേട്ടോ, നല്ല തിളച്ച വെള്ളമാണ്. കാരണം നമ്മൾ പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അരി കട്ട പിടിക്കും. അപ്പോൾ നല്ല ചുടുവെള്ളം ഒഴിക്കണം.
ഇനി ഈ നെയ്ച്ചോറിനൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറുനാരങ്ങ നീര് ഒഴിക്കണേ. ഫ്ലേവറും കിട്ടും, നമ്മൾ നെയ്ച്ചോറ് ഒന്നുമേലൊന്ന് തൊടാതെ കിട്ടും ചെയ്യും. അപ്പോൾ ചെറുനാരങ്ങ നീര് ഒഴിച്ചെടുക്കുക. അതിന് ശേഷം നെയ്ച്ചോറിനൊന്നും കൂടി ഒരു ഫ്ലേവർ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കറിവേപ്പില ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു വിസിൽ വരുന്നവരെ നമുക്ക് കാത്തിക്കാം. ലിഡ് ക്ലോസ് ചെയ്യുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കണം കേട്ടോ, ചിലപ്പോൾ കുക്കറൊക്കെ പൊട്ടിത്തെറിക്കും. അപ്പോൾ ഒരു വിസിലൊക്കെ വന്ന് അതിൻ്റെ ഫുൾ സ്റ്റീം പോയിൻ്റ് ശേഷം ഞാൻ തുറന്നത് നല്ല കറക്റ്റ് വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലെയർ ചെയ്യാം. ലെയർ ചെയ്യല്ല, ദം ചെയ്യാം. ദം ചെയ്യാനും ലെയർ ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ചെറിയ തീയിലാട്ടോ ചിക്കൻ വെച്ചത്, ഓഫ് ചെയ്തിട്ടില്ല. ചെറിയ തീയിൽ വെച്ച് ചോറിട്ട് കൊടുത്ത് അതിൻ്റെ മേലെ നെയ്യിട്ട് അതിന് മേലെ ഞാൻ നേരത്തെ എടുത്ത് വെച്ച മല്ലിച്ചപ്പിട്ട് പിന്നെ നമ്മൾ പൊരിച്ച് വെച്ച മെയിൻ താരം നമ്മൾ പൊരിച്ച് ഉള്ളി ഇട്ട് കൊടുത്ത് അതിന് മേലെ കുറച്ച് ബിരിയാണി മസാല അല്ലെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുക്കുക. പിന്നെ സെയിം റിപ്പീറ്റ് ചെയ്യുക. ചോറിടുക, നെയ്യിടുക, അതുപോലെ തന്നെ മല്ലിച്ചപ്പിടുക, പൊരിച്ചുള്ളിടുക, ഗരം മസാല ബിരിയാണി മസാല ഇടുക. ഇട്ട് ദം ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോസ് ചെയ്ത് വെക്കുക. ചെറിയ തീയിൽ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ വെച്ച ആ വെള്ളമില്ലേ, നമ്മൾ ചിക്കൻ തന്ന വെള്ളം മേലോട്ട് വരും. അതാണ് നമ്മൾ ചോറിനൊരു മഞ്ഞ കളറും അതൊക്കെ കൊടുക്കുന്നത്. അപ്പം കുറച്ച് നേരം ദം ചെയ്യാൻ വെച്ച് ഇനി അത് തുറക്കുമ്പോൾ ഒരു മണമുണ്ട്. എൻ്റെ അമ്മ അടിപൊളി മണം. ഇത് തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി കേട്ടോ. അപ്പം ഇത് തുറന്ന് ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല, സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് എന്താക്കാം, ഇത് ചോറും മസാലയും വേറെ ആക്കിയെടുക്കാം. ഞാൻ നേരത്തെ ഉണ്ടാക്കി നെയ്ച്ചോറിൻ്റെ ഇതിലേക്ക് തന്നെയാണ് കേട്ടോ ഇതിട്ട് കൊടുക്കുന്നത്, ചോറിട്ട് കൊടുക്കണേ. അപ്പം മസാലയും നെയ്ച്ചോറൊക്കെ മാറ്റി കണ്ടോ, മസാല അടിപൊളി, എന്തൊരു ടേസ്റ്റാണ്. നല്ലോണം ചിക്കനൊക്കെ നല്ലോണം വെന്തിക്കണം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യാം. ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് ഞാൻ തിന്നും ചെയ്ത് നല്ല അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക, അഭിപ്രായം പറയാം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഓക്കെ, ബായ്.